പോസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞ് ഇപ്പം ആരെങ്കിലും കീറിക്കളഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ആ പോസ്റ്ററിന് പൈസ കിട്ടും. എങ്ങനെയാണ് ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോ പൈസ കിട്ടുന്നത് എങ്ങനെയാണ്? ഈ 3 രൂപ 50 പൈസയാണെങ്കിലും അതൊരു കിട്ടുന്ന പ്രൊസീജിയർ എങ്ങനെയാണ്? ഇല്ല പോസ്റ്റർ ഇപ്പോൾ നമ്മളൊരു 50 പോസ്റ്റർ ഒട്ടിക്കാൻ തരുന്നു, 50 എണ്ണ ഉം. എടുക്കുന്നു. 50 പോസ്റ്ററിന് ഇത്ര രൂപ, 3 രൂപ 50 പൈസ ഉം, വെച്ച് ഉം. ഇത്ര രൂപ. ശരി, ഒട്ടിച്ചോളൂ. അപ്പോൾ അറിയാം, നമുക്കൊരു ടൗണിൽ ഇറങ്ങിയാൽ അറിയാം 50 പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ആ ടൗണിൽ കാണുമ്പോൾ അറിയാൻ ഉം, പറ്റും. ഉം. അതെ. സിനിമയെക്കുറിച്ച് അറിയാവുന്നവർക്കും തിയേറ്റർ പാർട്ടിക്കും അറിയാൻ പറ്റും അതെ, അതെ. ഒട്ടിച്ചിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒട്ടിച്ചത് കീറിക്കളഞ്ഞാലും അറിയാൻ പറ്റും നമുക്ക്. ആ അതെ. പോസ്റ്ററിൻ്റെ ഒട്ടിച്ചു, അത് കീറിക്കളഞ്ഞതിൻ്റെ എന്തെങ്കിലും ഒരു ശകലം കാണുമല്ലോ. അതെ. അത് വല്ലാത്തൊരു വിഷമമാണ്. കാരണം ഈ ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്ന പോസ്റ്റായിരിക്കും നമ്മൾ ഒട്ടിക്കുന്നത്. അതും കൂടെ വലിച്ചു കീറി കളയുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്തൊരു അതെ, മാനസികാവസ്ഥയാണ്. അതെ. അത് ഏത് ഇപ്പോൾ ഫാൻസുകാർ ഭയങ്കര മത്സരിച്ചുള്ളതാണ്. ഈ വിജയുടെയും അതേപോലെ അല്ലു അർജുൻ്റെ അതേപോലെ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ വിജയുടെ ഒക്കെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്കും ഈ ഫാൻസുകാർ ലക്ഷക്കണക്കിനും പൈസകൾ പൊടിച്ചുകളയുന്നുണ്ട്. തോരണം കെട്ടുക ഉം, എന്ന് ഉം. വേണ്ട, ലിറ്റർ കണക്കിന് പാല് വലിയ കട്ടൗട്ടുകളുടെ മുകളിൽ നിന്നാണ് ഉം, ഉം, ഒഴിക്കുന്നത്. ഉം, ഉം. ഞാൻ കണ്ടിട്ടുണ്ട്. കത്തി സിനിമയുടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ട് ഞാൻ നോക്കുമ്പോഴത്തേക്കാണ് അപ്പോൾ ഈ ഉത്സവം ആരവങ്ങളെല്ലാം കണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കി നിന്നിട്ട്. വല്ലാതെ നോക്കിയിരിക്കും. ലിറ്റർ കണക്കിന് പാലിങ്ങനെ ഒഴിക്കും. ഉം, ഉം. അതിൽ നിന്ന് ഒരു ഗ്ലാസ് പാലിനുള്ള പൈസയെങ്കിലും ഞങ്ങളെ പോലുള്ളവർക്ക് ഒട്ടിക്കുന്നവന് കൊടുത്തിരുന്നെങ്കിൽ